ഓക്കെ, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു കമ്പാരിസൺ വീഡിയോ, അതായത് നമ്മളിപ്പം യൂസ്ഡ് കാർ ഫീൽഡാണ്. അപ്പോൾ ഒരു യൂസ്ഡ് കാർ എടുക്കുന്ന ഒരു ബയറിന് ഈ രണ്ട് വണ്ടിയും കൂടി കമ്പയർ ചെയ്യുക, അതിൽ എന്തൊക്കെയായിരിക്കും അവർക്ക് എന്താണ് ആവശ്യമുള്ളത് എന്നുള്ള രീതിയിലുള്ള വീഡിയോസ് ആയിരിക്കും നമ്മൾ ഈ ചാനലിൽ വരുന്നത്. ഇപ്പോൾ നമുക്കിത് ബഡ്ജറ്റ് സെക്ഷനിലുള്ള വെഹിക്കിൾസാണ് ഇത് രണ്ടും. സാധാരണ ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് വരുന്ന മോഡൽ എന്ന് പറയുന്നത് മാരുതിയുടെ ഓൾട്ടോയും പിന്നെ റെനോയുടെ കിഡ്, ഹുണ്ടായുടെ ഇയോൺ, ഈ മൂന്ന് വണ്ടികളാണ് അത്യാവശ്യം ഇതിൽ സെഗ്മെന്റ് ലീഡിംഗ് എന്ന് പറയുന്നത്. അതിലൊരു ഏറ്റവും ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന ഒരു വാഹനം എന്ന് പറയുന്നത് ഓൾട്ടോ തന്നെയാണ്. ഒബ്വിയസ്ലി മാരുതിയുടെ വണ്ടി തന്നെയാണ്. ഇന്ന് ഞാൻ ഈ രണ്ട് വണ്ടിയാണ് കമ്പയർ ചെയ്യുന്നത്. ഇത് ഒരു യൂസ്ഡ് എടുക്കാൻ വരുന്നവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിൻ്റെ രണ്ട് വണ്ടിയുടെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ റെനോയുടെ കിഡാണ് നോക്കുന്നത്. കിഡ് എന്ന് പറയുന്നത് 2016 ഈ വണ്ടി ലോഞ്ച് ആവുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേക ഒരു ലുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2016 നമ്മുടെ ഹിന്ദി നടൻ രൺബീർ കപൂറാണ് ഇതിൻ്റെ ആഡ് അന്ന് ചെയ്തത്. അന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ അന്ന് ആഡ് കണ്ടപ്പോൾ അതിൽ വണ്ടി പെട്ടെന്ന് ഞാൻ കണ്ടപ്പോൾ ഞാൻ കരുതി ഡസ്റ്ററിൻ്റെ ഏതോ ഒരു മോഡലാണ് ഫസ്റ്റ് ഞാൻ കണ്ടത്. രണ്ടാമത് പിന്നെ ഞാൻ ആഡ് ഒന്നുകൂടി കണ്ടപ്പോൾ മനസ്സിലായി ഇതൊരു ബഡ്ജറ്റ് സെക്ഷനിലെ ഒരു വണ്ടിയാണെന്നുള്ളത്. ഫസ്റ്റ് ഇത് 800 cc വന്നുകൊണ്ടിരുന്നത്, പിന്നെ അതിന് ശേഷം 1000 cc പോയി. ഈ കിഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള രണ്ട് വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി സ്പേസ് ഉണ്ട് ഈ സാധനത്തിന്. അത്യാവശ്യം സ്പേസ് ഉണ്ട്. നമുക്ക് അന്ന് ഒരു ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അന്ന് ഈ സെഗ്മെന്റിൽ ആരും കാണാത്ത കുറച്ച് ഫീച്ചേഴ്സ്, അവർ കുറച്ച് ഗിമിക്സുകൾ റെനോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അന്ന് ഈ വണ്ടി ആൾക്കാർ കുറച്ച് നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനൊരു മാർക്കറ്റ് മറ്റേ ഈ രണ്ട് മോഡലിനെ വെച്ച് നോക്കുമ്പോഴും കുറവാണ്. സംഭവം വേറൊന്നും കൊണ്ടല്ല, ഇതിന് ഇച്ചിരി മൈലേജും കാര്യങ്ങളൊക്കെ ഈ മാരുതിക്ക് ഇപ്പോൾ 20-21 കിലോമീറ്റർ കിട്ടുമ്പം ഇത് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 16-17 മൈൽ കിട്ടാറില്ല. ഓട്ടോമാറ്റിക്കിന് അതിനേക്കാളും കുറച്ചും കൂടി കുറവാണ് കിട്ടുന്നത്. പിന്നെ ഈ വണ്ടിയുടെ ഇന്റീരിയർ മറ്റുള്ള രണ്ട് മോഡൽസിനേക്കാളും കുറച്ചും കൂടി വൃത്തിയുള്ളത്. അപ്പം ഈ കിഡിന്റെ മറ്റൊരു പ്രത്യേകത വന്നില്ലേ, ഒരു SUV വണ്ടിയുടെയൊക്കെ ഏകദേശം ഒരു ചായ കൊണ്ടുവരാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. അത് നമുക്ക് പെട്ടെന്ന് ഒരു ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ എന്തോ ഒരു വലിയ വണ്ടിയാണെന്ന് ഫീൽ ചെയ്യും. പക്ഷെ സംഭവം ചെറിയ വണ്ടിയാണ്. ഓൾട്ടോ പോലത്തെ വണ്ടികൾ തന്നെയാണിത്. പിന്നെ ഇന്റീരിയർ അത്യാവശ്യം ഞാൻ പറഞ്ഞില്ലേ, ഈ മറ്റേ അന്ന് ടച്ച് സ്ക്രീനും റിവേഴ്സ് ക്യാമറ അങ്ങനത്തെ കുറേ ഗിമ്മിക്സുകൾ കൊണ്ടുവന്ന് ആൾക്കാരുടെ മനസ്സിലോട്ടൊന്ന് കയറാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കയറിയിട്ടുണ്ട്, എന്നാലും മറ്റൊരു അത്രയില്ല. പിന്നെ നമുക്ക് ഇന്റീരിയർ സ്പേസ് നമുക്കൊന്ന് കാണാം. പിന്നെ ഇതിൻ്റെ ഇന്റീരിയർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ തന്നെ ഒരു ടച്ച് സ്ക്രീനും പിന്നെ ഒരു അത്യാവശ്യം വൃത്തിയുള്ളൊരു ഇന്റീരിയറാണ്. ഈ ഓൾട്ടോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല നീറ്റിൽ ഒരു വ്യത്യസ്തമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്ക് സൈഡ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേസ് ഉണ്ട്. അത്യാവശ്യം ഒരു ചെറിയൊരു ഫാമിലിക്ക് പോകാൻ പറ്റിയ ഒരു രീതിയിലാണ് ചെയ്തേക്കുന്നത്. ചെറിയൊരു ഫാമിലി പോകുമ്പോൾ ബൂട്ട് സ്പേസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ബൂട്ട് സ്പേസ് ഉണ്ട്. ഇതിപ്പം നമുക്ക് കമ്പയർ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്യാസ് കുറ്റി വെച്ച് കഴിഞ്ഞാൽ തീരാവുന്ന സ്പേസേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അല്ലാതെ നമ്മളതിൽ വെള്ളത്തിൻ്റെ ക്യാൻ കൊണ്ടുപോകണമെങ്കിൽ 4 വെക്കാം. ഒരു ബാഗ് ആണെങ്കിൽ ഒരു 3 ബാഗ് വെച്ചാൽ നിറയാവുന്ന സ്പേസേ ഉള്ളത്. ഈ സെഗ്മെന്റിൽ എല്ലാ വണ്ടിക്ക് അങ്ങനെ വരത്തുള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കണ്ട. ഇതിൽ ഞാൻ രണ്ടാമത് കൊണ്ടുവന്നേക്കുന്നത് ഇയോൺ ആണ്. ഇയോണിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2012 ഇയോൺ ഇറങ്ങുന്നത്. ആ സമയത്ത് ഡോമിനേറ്റിംഗ് ആയിട്ട് നിന്നിട്ടൊരു വണ്ടി എന്ന് പറയുന്നത് ഓൾട്ടോ ആണ്. പക്ഷേ ഓൾട്ടോ വെച്ച് അന്ന് കമ്പയർ ചെയ്യുമ്പം ഇയോണിന് അത്യാവശ്യം ഇന്റീരിയർ നല്ല രസമായിരുന്നു. ഈ ഓൾട്ടോ ഒരുമാതിരി ഓൾഡ് സ്കൂൾ സ്റ്റൈലും, ഇയോണിൽ അത്യാവശ്യം ഭയങ്കര സെറ്റപ്പിലാണ് ഹുണ്ടായി എന്ന് ഇറക്കിയത്. കാരണം ഹുണ്ടായുടെ എല്ലാ മോഡൽസും നമ്മൾ നോക്കിയാൽ അറിയാം, അവർ കോസ്മെറ്റിക് ആയിട്ടുള്ള പല കാര്യങ്ങളും കൊണ്ടുവരും. അവരെ കണ്ടിട്ടാണ് അവസാനം മാരുതി വരെ നന്നായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഇതിൻ്റെ ഇന്റീരിയർ എന്ന് പറയുന്നത് നമുക്ക് ഓൾട്ടോ ആയിട്ട് കമ്പയർ ചെയ്യാം. പക്ഷേ കിഡുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കിഡിനായാലും കുറച്ചും കൂടി ചെറുതാണ്. പിന്നെ ഇന്റീരിയർ അത്യാവശ്യം നോക്കാം. നമുക്ക് ഇന്റീരിയർ വീഡിയോ കൂടി ഇത് കാണാം. പിന്നെ ഇയോണിന് അന്നേ ഒരു സേഫ്റ്റി ഫീച്ചേഴ്സായിട്ട് ഇയോണിൽ അന്ന് എയർ ബാഗ് വരുന്ന മോഡലുണ്ട്. അതായത് നമുക്ക് മാഗ്ന ഓപ്ഷനിൽ അല്ല സ്പോർട്സ് ഓപ്ഷനിലൊക്കെ
എയർ ബാഗ് വരുന്നുണ്ടായിരുന്നു. പിന്നെ ഇയോണിലും 2 എഞ്ചിൻ ഓപ്ഷൻ ഉണ്ട്, ഒരു 800cc പിന്നെ ഒരു 1000cc. 1000cc മെയിനായിട്ട് ഈ സ്പോർട്സ് എന്ന് പറയുന്ന ഓപ്ഷനിലാണ് വന്നുകൊണ്ടിരുന്നത്. സ്പോർട്സ് ആണ് ഇതിൽ ഏറ്റവും ടോപ്പ് എൻഡ്. പിന്നെ കൂടുതൽ നമ്മൾ കണ്ടുവരുന്ന നമുക്ക് മാർക്കറ്റിൽ കണ്ടുവരുന്ന പറയുന്നത് എറ പ്ലസ് മാഗ്ന, ഈ ഒരു 3 വേരിയൻ്റ് ആണ്. പിന്നെ ഇതിന് എല്ലാത്തിനും താഴ്ന്ന ഒരു വേരിയൻ്റ് ഉണ്ട്, ഡിലൈറ്റിൽ പവർ വിൻഡോ കാര്യങ്ങളൊന്നും വരുന്നില്ല, പക്ഷെ അത് വളരെ പാടാണ് കിട്ടാൻ. പിന്നെ നമ്മളിതിൽ ഏത് വണ്ടി ചൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ കണക്ക് കിഡ് ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട്, അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ട്, കാണാനൊക്കെ ഒരു വലിയ വണ്ടിയുടെ ലുക്കൊക്കെ വരും. ഇയോൺ ആകുമ്പോഴത്തേക്ക് അങ്ങനെയല്ല, ഒരു ചെറിയ വണ്ടിയുടെ ലുക്കാണ്, എന്നാൽ അതൊരു രസകരമായ ഒരു ലുക്കിലാണ് വണ്ടി. ചില ഒരു കുറച്ച് പയ്യന്മാരൊക്കെ എടുത്ത് മോഡിഫൈ ചെയ്യുമ്പോൾ ഒരു മറ്റേ സ്കേർട്ടിംഗ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ലുക്ക് ഇയോണിന് കിട്ടും. പക്ഷേ കിഡിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് അത്ര വൃത്തിക്ക് വരില്ല, അത് നമുക്ക് കാണുമ്പോൾ ഒരു വൾഗറായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ പിന്നെ നമുക്ക് ഇഷ്ടമാണ്, ചില ഫാമിലീസിന് അത്യാവശ്യം സ്പേസ് വേണമെങ്കിൽ കിഡിലേക്ക് എടുക്കാം, അതല്ല അത്യാവശ്യം ലുക്ക് ആയിട്ട് നോക്കണ പയ്യന്മാർക്ക് വേണമെങ്കിൽ ഇയോണും എടുക്കാം. പിന്നെ രണ്ടിലും ഇതിലേത് റീസെയിൽ വാല്യൂ കൂടുതലേതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹുണ്ടയുടെ ഇയോൺ തന്നെയാണ് നമുക്ക് അത്യാവശ്യം റീസെയിൽ വാല്യൂ. കിഡ് എന്ന് പറയുന്നത് ഇയോണിൻ്റെ അത്രയും വരില്ല, കുറച്ചും കൂടി താഴ്ന്നു നിൽക്കും. പിന്നെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ പെട്രോൾ വണ്ടി ഏകദേശമൊക്കെ സെയിം തന്നെയാണ്. പിന്നെ മൈലേജ് ഇയോൺ നമുക്ക് കമ്പനി അവകാശപ്പെടുന്നത് 21 കിലോമീറ്ററൊക്കെയാണ്, പക്ഷെ അത്രയൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 17-18 കിലോമീറ്റർ കിട്ടും. റെനോവിൽ ഞാൻ ഈ പറഞ്ഞതൊക്കെ എന്നെ കമ്പനി അന്നും എന്താ 19-20 പറഞ്ഞിട്ടുള്ളത്, പക്ഷേ 17 മേളിലൊന്നും കിട്ടിയിട്ട് എനിക്ക് വേറെ അറിവൊന്നുമില്ല, അത്രയൊക്കെ കിട്ടത്തുള്ളൂ. നമ്മൾ ഈ കുറച്ച് നാളുകൂടി ഫീൽഡ് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് വരുന്ന വണ്ടി കസ്റ്റമേഴ്സിനെല്ലാം ഈ ഒരു ഫീഡ്ബാക്കാണ്. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസാണ് നമ്മുടെ ചാനലിൽ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇതിനൊരു യൂസ്ഡ് വണ്ടി എടുക്കുന്നവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും അറിയാൻ വേണമെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയോ അല്ലെങ്കിൽ ജസ്റ്റ് ഇറക്കിയ വീഡിയോസ് ഒരാഴ്ച 1-2 വീഡിയോസ് വീതം കയറുന്നുണ്ട്, അങ്ങനെ നോക്കിയിരുന്നാൽ മതി. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.